ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഒരുപാട് കുട്ടികൾ അമ്മോട് ചോദിക്കുകയാണ്, അമ്മയെ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ എന്താ ചെയ്യാന്ന്. അപ്പോൾ അമ്മ ചെയ്യണത് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ. അതിനായിട്ട് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ രാവിലെ കാലത്ത് എണീറ്റാൽ തന്നെ നമ്മളെ മുടി ഇത്രയും പല്ലകളുള്ള ഒരു ചീർപ്പോണ്ട് നന്നായി കൂടൊക്കെ കളഞ്ഞു വെക്കുക. അമ്മ ഇപ്പോൾ ഓൾറെഡി കൂട് കളഞ്ഞു വെച്ചതാണ്. തലപ്പത്തുനിന്ന് കൂട് കളയണം കേട്ടോ, മുരട്ടുന്നല്ല, തലപ്പത്തുനിന്ന് കൂട് കളഞ്ഞ് തുടങ്ങണം, അല്ലെങ്കിൽ മുടി പറ്റ പൊട്ടിപ്പോകും. പിന്നെ സ്പ്ലിറ്റ് എൻഡ് വരുന്നവരെ ഒരു മാസത്തിലൊരു പ്രാവശ്യം ഒരു 1/4 ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ 1/2 ഇഞ്ചെങ്കിലും മുറിച്ച് കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി വെള്ളം കുടിക്കണം കുട്ടികളെ, നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ എണ്ണ തേക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളിങ്ങനെ എടുക്കുക എണ്ണ, കണ്ടോ, ഇത് നമ്മുടെ കേശസഞ്ജീവനി എണ്ണയാണ് കേട്ടോ. ഇത് കുറേ കുട്ടികൾ വാങ്ങിച്ചെണ്ണു, വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ, നമ്മളോട് റെഡിയാണ്. പിന്നെ നമ്മളോടുള്ള എണ്ണ എന്താ വെച്ചാൽ ഇത് തണുപ്പധികം പറ്റാത്തവർക്കുള്ളതാണ് കേട്ടോ. ഇത് തണുപ്പ് പറ്റുന്നവർക്ക് ആമലകി, ഇതിൽ നെല്ലിക്ക കൂട്ടാണ്, അകാലനരയ്ക്ക്, മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇത് അകാലനര എന്നല്ല, ഇത് നല്ല മുടി കറുത്ത് തഴച്ച് വളരാൻ നല്ല എണ്ണയാണ്. ഇത് ഞാൻ സ്ഥിരം തേക്കണ എണ്ണയാണ്. അപ്പോൾ എങ്ങനെ എണ്ണ തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെ വളരെ കുറച്ച് കുട്ടികളെ എണ്ണ തേക്കാവുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. കണ്ടോ, ഇത്ര എണ്ണ മതി കേട്ടോ നമ്മളെ തലയിലേക്ക്, കണ്ട തലയോട്ടിലേക്ക് ഇത്ര എണ്ണ വേണം. കണ്ടോ, നമ്മൾ നല്ല ചൂടാക്കുക, കണ്ടല്ലോ, കയ്യിലിട്ട് നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമ്മൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് ആദ്യം എണ്ണ ആക്കുക. കണ്ടോ, എല്ലായിടത്തും സ്കാൽപ്പിൽ എണ്ണ ആക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ ഈ കയ്യിൻ്റെ തലപ്പ് വെച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. കണ്ടോ, നല്ലൊരു മസാജ് കൊടുക്കും. ഇനി പിന്നെ നമ്മളെ മുടിയുടെ തലപ്പത്തേക്ക് കുറച്ച് എണ്ണ, നമ്മൾ സ്പ്ലിറ്റ് എൻഡ് വരാതിരിക്കാൻ തലപ്പത്തേക്ക് കുറച്ച് എണ്ണ, കണ്ടല്ലോ, കുറച്ച് എണ്ണ നമ്മൾ തലപ്പത്ത് ഇങ്ങനെ എല്ലാവരും ആക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ് വരും തലപ്പത്ത്. മനസ്സിലായല്ലോ, ആ അറ്റം പിളർന്ന് പോണ സമ്പ്രദായം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ തലപ്പത്ത് തേക്കുന്നത്. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നന്നായി ഇലകളിലും ഓട്ടിലൊക്കെ തേച്ച് നന്നായിട്ട് നമ്മൾ തല്ലും താളി നല്ല എണ്ണ തേച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് താളി തേച്ച് കളയണം കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസം. പിന്നെ നമ്മൾ പറഞ്ഞു തരാം, ഈ എണ്ണ തേച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ കാണിച്ചു തരാം. നമ്മൾ എണ്ണ തേച്ചിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തു കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെ പാത്രത്തിൽ കണ്ടോ, കൈയിട്ടാൽ കണ്ടല്ലോ, കൈയിടാൻ പറ്റണ ചൂടേ പാടുള്ളൂ, ഒരുപാട് ചൂടാരും ചെയ്യരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ മുടി തോർക്കണ ടവലോ തോർത്തോ എന്താണെങ്കിലും നിങ്ങൾ ഇതിലിങ്ങനെ മുക്കുക, കണ്ടല്ലോ. എന്നിട്ട് നല്ലൊന്ന് വല്ലാതെ പിഴിയൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു ആവി നമുക്ക് മുടിയിലേക്ക് ആവശ്യമുണ്ട്, കണ്ടല്ലോ. ഇത് നമുക്ക് കൈയിട്ട അങ്ങനെ വല്ലാതെ പൊള്ളരുത് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം, കണ്ടല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൊടുക്കുക, കണ്ടോ. ഒന്നുമല്ല, നമ്മളെ സുഷിരങ്ങളൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ്, തലയോട്ടിയിലെ സുഷിരങ്ങളൊക്കെ നമ്മൾ എണ്ണ തേച്ചു, ആ എണ്ണ നല്ലോണം തലയോട്ടിയിലേക്ക് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. തിങ്കൾ ചെയ്യാച്ച വെള്ളി പിന്നെ ചെയ്യണ്ടു കേട്ടോ, ദിവസേന ചെയ്യരുത്, അപ്പോൾ നമുക്ക് ദോഷം ചെയ്യും കേട്ടോ. മുടിയിഴകളൊക്കെ നോർമലായി പോകും, കാരണം കട്ടിയില്ലാതെ പോവും, പൊട്ടിപ്പോവും, അങ്ങനെ മനസ്സിലായല്ലോ. തലയോട്ടി വല്ലാതെ വരളും, അത് ഒരിക്കലും സ്ഥിരം ചെയ്യരുത്, വെറും 2 ദിവസം, മനസ്സിലായല്ലോ. ഒരുപാട് ചൂട് ചെയ്യരുത് കേട്ടോ, നമ്മൾക്ക് തൊട്ടാ കയ്യിന് പാകത്തിനൊരു ചൂട്, കണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ ചൂട് കൊടുത്തു, കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇഴകളിൽ ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ കെട്ടി വെക്കേണ്ടത്, നമ്മൾ മുടിയുടെ ഇഴകളൊക്കെ ഈ ഒരു ചൂടിനെ ഒന്നിങ്ങനെ, കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഒരു ചൂട് കിട്ടി, കണ്ടല്ലോ, ചൂട് കിട്ടി. ഇനി നമ്മൾ ഈ തോർത്ത് ഒന്നും കൂടി വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നും കൂടി, കണ്ട. അപ്പം നമ്മളെ മുടി ഒന്ന് തലയോട്ടിയൊക്കെ ഒന്ന് ചൂടായി, വീണ്ടും ഒന്നും കൂടി മുക്കുകയാണ് കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ. എന്നിട്ട് നമ്മൾ എപ്പോഴും ഇതൊരു ഒരു പാകത്തിനൊരു ചൂട്, കൈയിടാൻ പറ്റുന്ന ചൂട്, കണ്ടല്ലോ, ഞാൻ കൈ കൊണ്ട് പിഴിയുന്ന കണ്ടില്ല. എല്ലാവരും മനസ്സിലാക്കണം ഇതിൻ്റെ ചൂട് എന്താണ്. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മളെ മുടി വളർച്ച പെട്ടെന്നാക്കാനുള്ളതാണ് കേട്ടോ, പെട്ടെന്ന് മുടി വളരും, മനസ്സിലായില്ലേ. നമ്മളെ ആമലകി എണ്ണ തേക്കണവർക്കും ഇത് ചെയ്യാം, നമ്മളെ കേശസഞ്ജീവനി തേക്കണവർക്കും ഇത് ചെയ്യാം. ഇത് 2 കൂട്ടർക്കും ചെയ്യാം കേട്ടോ. ഇതൊന്നുമില്ല, നമ്മുടെ തലയോട്ടിയിൽ രക്തപ്രവാഹം കൂടും, കണ്ട, രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ സുഷിരങ്ങളൊക്കെ തുറന്നിട്ട് എണ്ണ നല്ല അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇതിപ്പോൾ നമ്മളുടെ എണ്ണയല്ല, ഏതെണ്ണ തേക്കണവർക്കും ചെയ്യാം കേട്ടോ.
എല്ലാ എണ്ണയ്ക്കും ഇത് ചെയ്യാൻ കണ്ടോ. എന്നിട്ട് നമ്മൾ നല്ലതാ മക്കളെ, സ്കാർഫാണെങ്കിൽ കേട്ടോ. ഇത് അമ്മ തല തോർത്തുകൊണ്ട് ഇങ്ങനത്തെ തോർത്തുകൊണ്ടാണ്. സ്കാർഫാണെങ്കിൽ സൂപ്പറായിട്ടോ, നല്ലൊരു ഭാഗത്തിനൊരു ചൂട് കുറച്ച് നേരം കിട്ടും. നമ്മളീ തോർത്ത് പെട്ടെന്ന് ചൂട് ആറും, കോട്ടനല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ചെയ്താൽ മതി. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ആഴ്ചയിൽ 2 ദിവസം ചെയ്യണവർ അങ്ങനെ ചെയ്യുക. ഈ ആഴ്ചയിൽ 2 ദിവസം അല്ലാത്ത ദിവസം, ചെയ്യാത്ത ദിവസം നമ്മളിങ്ങനെ തലേ ദിവസം കണ്ടോ ഉലുവ നല്ലും കഴുകിയതിൻ്റെ ശേഷം തിളപ്പിച്ചരച്ച വെള്ളത്തിലിട്ട് വെക്കുക കണ്ടല്ലോ. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം കൈകൊണ്ട് ഞെരടുക. നമ്മൾ എണ്ണ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടോ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഞെരടി കിട്ടി. ഇന്നിപ്പോൾ ഞാനിത് തേച്ച് കാണിക്കില്ല കേട്ടോ, നമ്മളിപ്പോൾ ഇത് ചൂട് കാണിച്ചില്ലേ, അത് കാരണം ഇപ്പം ഇന്ന് നാളെ ചെയ്യാൻ കണ്ടല്ലോ. ഇങ്ങനത്തെ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ ഒന്ന് വേണമെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കൈ കൊണ്ട് കുറച്ച് നേരം കൂടി ഞെരടാം. മനസ്സിലായല്ലോ, ഒരു 5 മിനിറ്റ് ഞെരടാം കേട്ടോ കൈ കൊണ്ട്. അപ്പോൾ നല്ലോണം കൊഴുത്തൊരു ദ്രാവകമാവും നമ്മളാ ഉലുവ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഉലുവ വെള്ളം തലയുടെ ഓട്ടിയിലും വേണമെങ്കിൽ ഇഴകളിലും തേക്കാം. വളരെ കുറച്ചളവിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ വെള്ളം. ഉലുവ കുറച്ച് കൂടുതലിട്ടോളൂ. എന്നിട്ട് നമ്മൾ അത് തലയോട്ടിയിലൊക്കെ തേച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക. മക്കളെ, ഈ ഉലുവ കളയണമെന്നില്ല. വീണ്ടും ഈ ഉലുവ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുക. രാത്രി കിടക്കുമ്പോൾ വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളം ഇതിൽ പാർന്ന് വയ്ക്കുക. അങ്ങനെ 3 ദിവസം നിങ്ങൾക്ക് മണമൊന്നുമില്ലെങ്കിൽ ഈ ഉലുവ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഉലുവ അത്യാവശ്യം അളവിലിട്ടുണ്ട് കണ്ടോ. അമ്മയ്ക്ക് 3 ദിവസം തേക്കാളുണ്ട് കണ്ടോ. അത്യാവശ്യം അളവിലിട്ടണം, എങ്കിലാണ് ഇത് കൂടുതൽ നമുക്ക് കൊഴുപ്പ് കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് കൈകൊണ്ടൊക്കെ തൊട്ടു എന്തെങ്കിലും ആവട്ടെ ഫ്രിഡ്ജ് കൊണ്ടൊക്കെ ഒന്നും തേക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരില്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉലുവ വെള്ളം ബാക്കി ദിവസങ്ങളിൽ തേക്കുക. പിന്നെ നിങ്ങൾ ഈ ആഴ്ചയിൽ 2 ദിവസം ഇങ്ങനെ ചൂട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് നല്ല എണ്ണ തേച്ചിട്ട് താളി തേച്ച് കുളിക്കേണ്ട ദിവസമാണ്. മനസ്സിലായില്ലേ. ഇങ്ങനെയാകുമ്പോൾ നമ്മളെ മുടി വളർച്ച നല്ല പെട്ടെന്നാവും. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇത് നമ്മളെ മുടി സൗന്ദര്യത്തിനായി അല്ലേ. ഇനി നമ്മളെ മുഖ സൗന്ദര്യത്തിന് കണ്ടോ, ഇത് കാന്തി കാരറ്റ് ഓയിലാണ്. അമ്മ ഇതിൻ്റെ ലേബിളില്ലാത്ത അമ്മ തേക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഇത് എല്ലാവരും മുഖത്തും കൈകാലുകളിലും ഒക്കെ നന്നായിട്ട് കണ്ടോ, ഒരുപാടൊന്നും വേണ്ട കണ്ടോ. നല്ല മണം, നാളികേരം വെന്തെണ്ണ തന്നെയാണ് കേട്ടോ. ഇതിൽ വളരെ കുറവ് വെളിച്ചെണ്ണ, നല്ല നാളികേരപ്പാല നമ്മൾ കുട്ടിനെ കണ്ടല്ലോ, ഭയങ്കര സുഗന്ധം. നമുക്കിത് തേക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് കേട്ടോ. വാങ്ങിയവർക്കൊക്കെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തേച്ചിട്ട് കുളിക്കാൻ, ഇപ്പോൾ നമ്മൾ ഈ ഉലുവയുടെ വെള്ളമാണെങ്കിലും ഇങ്ങനെ കഴിഞ്ഞാലും 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കും. ആ സമയത്ത് നിങ്ങൾ ഈ സമയം കൊണ്ട് കൈകളിലും കാലുകളിലൊക്കെ ഈ ക്യാരറ്റ് ഓയിൽ നന്നായി തേക്കുക. മനസ്സിലായല്ലോ. എന്നിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക, ചെറുപയർ പൊടിയോ കടലമാവോ തേക്കാൻ പറ്റുന്നവർ അങ്ങനെ, ഫേസ് വാഷ് പറ്റുന്നവർ അങ്ങനെ, അല്ലാത്തവർ നമ്മളൊരു പിയേഴ്സ് സോപ്പെങ്കിലും തേച്ച് കുളിക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി സൗന്ദര്യം ഉണ്ടാവും, മുഖ സൗന്ദര്യം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ തോർത്തിലത്തെ ചൂടൊക്കെ നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങി മുടിക്കൊക്കെ ഒരു മാർദ്ദവം കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. നല്ല മാർദ്ദവമാണ്, മുടിക്കൊക്കെ ഒരു സോഫ്റ്റ്നെസ് വന്നു ഇപ്പം തന്നെ കണ്ടോ. എണ്ണ തേച്ചിട്ട് ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പോയി കുളിക്കരുത് കേട്ടോ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുളിക്കാവൂ. കാരണം ഈ തലയിൽ ചെറിയൊരു ആവി ചൂടുണ്ടാവും. ഇപ്പോൾ ഇത് ചൂടുള്ള തോർത്താവുകൊണ്ട് ഇപ്പോഴും ഒരു ചെറിയ ചൂടുണ്ട്, ചെറിയൊരു ആവി ചൂടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കാവുള്ളൂ. എങ്ങനെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇവിടെ ഇരുന്നതിൻ്റെ ശേഷം മേല് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ തലമുടി കുളിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി വളർച്ച നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാവും മക്കളെ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ആമലകി എണ്ണ എന്തിനുള്ളതാണെന്ന്. മക്കളെ, അകാല നിരക്കുള്ള എണ്ണയാണ്, ഡൈ എണ്ണയല്ല. പക്ഷെ ഇത് സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് സ്വാഭാവികമായിട്ടൊരു കറുപ്പ് കളർ കിട്ടും കേട്ടോ, അത് തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഈ എണ്ണ വാങ്ങി ഉപയോഗിക്കണം. തണുപ്പ് പറ്റുന്നവരൊക്കെ, തണുപ്പ് പറ്റാത്തവർ നമ്മളുടെ കേശസഞ്ജീവനി വാങ്ങി ഉപയോഗിക്കുക. ഇത്രയൊക്കെയുള്ളൂ അമ്മ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അമ്മ ഉണ്ടാക്കണേ. അമ്മോട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ കിട്ടുക കാരണം അമ്മ എനിക്ക് എണ്ണ ഉണ്ടാക്കി തരുമോ, എനിക്ക് എണ്ണ ഉണ്ടാക്കി തരുമോ എന്ന് ഒരുപാട്, ഒരു 10-30 കുട്ടികൾ ചോദിച്ചു. അവരൊക്കെ വാങ്ങും ചെയ്തു കേട്ടോ, അവരൊക്കെ വാങ്ങി. ഇപ്പോൾ കേൾക്കണവർക്ക് അറിയുന്നുണ്ടാവും ആരാ അതെന്ന്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കൽ തുടങ്ങിയാണ്. ചെറുതായിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കുട്ടികൾക്കും കൊടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഇതിലൊരു കെമിക്കലൊന്നുമില്ല, നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുണ്ടാവും ആ വീഡിയോ ഒക്കെ അല്ലേ. നമ്മൾ ഈ ആമലകിയിൽ എന്താ കൂട്ടണത്, നെല്ലിക്ക, കറിവേപ്പില, പിന്നെന്താ നാളികേരപ്പാല്, വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ കരിഞ്ചീരകം, ഉലുവ, പിന്നെ വളരെ കുറച്ച് നമ്മളൊരു എല്ലാവർക്കും ഉണ്ടാവില്ലേ, വല്ലാതെ തണുപ്പ് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പനിക്കൂർക്കയിലും കുറച്ച് തുളസി ഇലയൊക്കെ നമ്മളതിൽ ചേർക്കുന്നുണ്ട്, കുറച്ച് ചെമ്പരത്തിപ്പൂവൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് രാമച്ചം, വളരെ കുറച്ച് പച്ചക്കർപ്പൂരം, ഇതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ മുടിക്കും സ്കാൽപ്പിനും നല്ലതാട്ടോ. പിന്നെ നമ്മളുടെ കേശസഞ്ജീവനിയിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചേർക്കേണ്ട, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ.
കറിവേപ്പില, അരിവേപ്പില, പനിക്കൂർക്കയില, തുളസിയില, ചെമ്പരത്തിപ്പൂവ്, പിന്നെ നമ്മൾ നാളികേരപ്പാല്, വെളിച്ചെണ്ണ, പിന്നെ ഗ്രാമ്പു, കുരുമുളക്, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെ നമ്മൾ ഒരുപാട്, ഇനിയിപ്പോൾ ഒന്നോ ആരെയൊക്കെ രഹസ്യമായിട്ട് ഇരുന്നോട്ടെ കേട്ടോ, അങ്ങനെ നമ്മൾ ചേർത്തിട്ടാട്ടോ. അപ്പോൾ ഇതിലത്തെ ഏത് വേണമെങ്കിലും കുട്ടികൾ മോളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അമ്മയെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 96 56 16 29 90. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി സേഫായിട്ട് നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.